സെയിം ഫങ്ഷൻസ് തന്നെയാണ്, ഒരു വ്യത്യാസവും ഉണ്ടായിരിക്കുന്നത്. ബട്ട് ചോദ്യം നമ്മൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണെന്ന് മാത്രം, നത്തിങ് എൽസ്. ദെൻ ലോക്പാൽ അറിയല്ലോ അല്ലേ, ആൻറ്റി കറപ്ഷൻ ബോഡിയാണ്. സോ ഹോപ്പ് യു നോ ദാറ്റ് ദിസ് കൺസിസ്റ്റ് ഓഫ് ചെയർമാൻ പ്ലസ് 8 other members. So the thing is that the selection of the chairperson and the other members of Lokpal shall be through a selection committee. ഒരു സെലക്ഷൻ കമ്മിറ്റി അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ചെയർപേഴ്സൺ മെമ്പേഴ്സിനെയും തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ദാറ്റ് സെലക്ഷൻ കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് പ്രധാനമന്ത്രി ഓഫ് ഇന്ത്യ, സ്പീക്കർ ഓഫ് ലോക്സഭ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഓഫ് ലോക്സഭ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്ന എ സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, പ്ലസ് ഈ 4 പേരുടെ നിർദ്ദേശപ്രകാരം രാഷ്ട്രപതി റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു എമിനൻ്റ് പേഴ്സൺ. ഈ 5 പേരെന്നാണെന്ത് സെലക്ഷൻ കമ്മിറ്റി ഓഫ് ലോക്പാൽ. ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, സ്പീക്കർ ഓഫ് ലോക്സഭ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ ലോക്സഭ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്ന മറ്റൊരു സിറ്റിംഗ് ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്, പ്ലസ് ഈ 4 പേര് നിർദ്ദേശിക്കുന്നത് പ്രകാരം രാഷ്ട്രപതി അപ്പോയിൻ്റ് ചെയ്യുന്ന മറ്റൊരു എമിനൻ്റ് പേഴ്സൺ. ഇതാണെന്ത് സെലക്ഷൻ കമ്മിറ്റി ഓഫ് എ ലോക്പാൽ. പ്രൈം മിനിസ്റ്ററും ലോക്പാലിൻ്റെ അധികാരപരിധിയിൽ വരുന്ന ഒരു ഓഫീസറാണ്. സോ കേന്ദ്ര സർക്കാർ ഓഫീഷ്യൽസുമായി ബന്ധപ്പെട്ട മന്ത്രിമാരായിക്കോട്ടെ, എം പിമാരായിക്കോട്ടെ, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ഓഫീഷ്യൽസ് ആയിക്കോട്ടെ, ഇവരുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ദിസ് ലോക്പാൽ. തിങ് ഈസ് ദാറ്റ് പ്രധാനമന്ത്രി ഇതിൻ്റെ അധികാരപരിധിയിൽ വരുന്ന ഓഫീസർ തന്നെയായിരിക്കും, വിത്ത് സർട്ടൻ എക്സെപ്ഷൻസ്. പ്രധാനമന്ത്രിക്ക് മാത്രമെന്നുണ്ട്, ചില പ്രത്യേക എക്സെപ്ഷൻസുമുണ്ട്, ഒരു പ്രത്യേക രീതിയുമുണ്ട് ടു ഇനിഷ്യേറ്റ് ദിസ് മെക്കാനിസംസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ടോ, വിദേശകാര്യവുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, PM എന്നുണ്ട്, എക്സെപ്ഷനുണ്ട്. അതുപോലെ തന്നെ PM-ൻ്റെ കാര്യം കൈകാര്യം ചെയ്യാൻ പ്രത്യേക രീതിയും ലോക്പാൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബട്ട് തിങ് ഈസ് ദാറ്റ് PM-നെ പോലും നമ്മൾ വെറുതെ വിടുന്നില്ല, ഹി ഓൾസോ കംസ് അണ്ടർ ദി ജുറിസ്ഡിക്ഷൻ ഓഫ് ലോക്പാൽ. Its jurisdiction will cover all categories of public servants, including Group A, Group B, Group C and Group D officers and employees of the government. On complaints referred to the CVC by the Lokpal, the CVC will send its report of preliminary inquiry in respect of Group A and Group B officers back to Lokpal for further decision. ഈ ലോക്പാൽ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല കേസും ആര് റെഫർ ചെയ്യുന്നതായിരിക്കും? CBI-നോ, CVC-1 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, അവർക്കും അയച്ചു കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ CVC അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ആർ കൈമാറുന്നതായിരിക്കും? ലോക്പാലിന് കൈമാറുന്നതായിരിക്കും. With respect of categories of employees from Group C and Group D, the CVC will proceed further. ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി ഓഫീസേഴ്സിൻ്റെ കാര്യമാണെങ്കിൽ CVC ആക്ട് പ്രകാരം CVCക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ സാധ്യമാണ്. ബട്ട് സബ്ജക്റ്റിംഗ് ടു റിപ്പോർട്ട് ടു ദി ലോക്പാൽ. ലോക്പാലിന് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ CVCക്ക് തന്നെ കാര്യങ്ങൾ CVC ആക്ട് പ്രകാരം ഗ്രൂപ്പ് സി, ഡിയുമായി ബന്ധപ്പെട്ട ഓഫീസേഴ്സ് ആണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാവുന്നതാണ്. ലോക്പാൽ വിൽ ഹാവ് ദി പവർ ഓഫ് സൂപ്പറിൻറ്റൻഡൻസ് and direction over any investigating agency including CBI for cases referred to them by the Lokpal. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലോക്പാലിന് CVCനെ കൂടെ അന്വേഷിപ്പിക്കാൻ സാധ്യമാണ്, CBI-നെ കൂടെ അന്വേഷിപ്പിക്കാൻ സാധ്യമാണ്. അങ്ങനെ ലോക്പാൽ CVCക്കോ CBI-ക്കോ കേസ് അന്വേഷിക്കാൻ ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്വം സൂപ്പറിൻറ്റൻഡൻസുമാർക്കുണ്ടായിരിക്കുന്നതാണ്, ലോക്പാൽ ഉണ്ടായിരിക്കുന്നതാണ്. ലോക്പാൽ റെഫർ ചെയ്യുന്ന കേസുകൾക്ക് മാത്രം. It incorporates provisions for attachment and confiscation of property of public servants acquired by corrupt means even while the prosecution is pending. ഇങ്ങനെ പ്രോസിക്യൂഷൻ പെൻഡിങ് ആയിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ആ അഴിമതിയിലൂടെ സമ്പാദിച്ചു കൂട്ടി സ്വത്തുക്കളെ കണ്ടുകെട്ടാനും കോൺഫിസ്കേറ്റ് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ടായിരിക്കുന്നതാണ്? ലോക്പാലിന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. ഇത് വ്യക്തമായിട്ടൊരു ക്ലിയർ കട്ട് ടൈം ലിമിറ്റ് പറയുന്നുണ്ട് അന്വേഷണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. For preliminary inquiry, it is 3 months extendable by 3 months. പ്രാഥമിക അന്വേഷണം 3 മാസമായിരിക്കണം, അത് നീട്ടാം അടുത്ത 3 മാസത്തേക്ക്. ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ 6 മാസത്തിൽ പൂർത്തിയാക്കണം, നീട്ടാം ഒരു 6 മാസത്തേക്ക് കൂടി. ട്രയൽ 1 വർഷം നടന്നിരിക്കണം, നീട്ടാം 1 വർഷത്തേക്ക് കൂടി, അത് നീട്ടാൻ സാധ്യമാണ്.
ഇത് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ സ്പെഷ്യൽ കോഡ്സും രൂപീകരിക്കാമെന്ന് പറയുന്നു. Institutions which are financed fully or partly by the government are under jurisdiction ലോക്പാൽ. ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളും നമ്മൾ എന്തായിട്ട് കണക്കാക്കപ്പെടുന്നു? ഗവൺമെൻറ് സ്ഥാപനമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് അതും ഇതിൻ്റെ കീഴിൽ വരുന്നതായിരിക്കും, ലോക്പാലിൻ്റെ കീഴിൽ വരുന്നതിന്. ബട്ട് ഗവൺമെൻറ് എയ്ഡ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ലോക്പാലിൻ്റെ കീഴിൽ ഒരു കാരണവശാലും വരുന്നതല്ല. ഹോണർ സർവൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ലോക്പാൽ എന്നുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. ഓൾസോ ഫോറിൻ കോൺട്രിബ്യൂഷൻ റിലേറ്റഡ് ആക്ട് പ്രകാരം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരു സ്ഥാപനം 10 ലക്ഷത്തിൽ കൂടുതൽ ഇൻകം എന്ന് പറയുന്നത് ഒരു കോൺട്രിബ്യൂഷനോ ഒരു എമൗണ്ടോ കിട്ടുന്നുണ്ടെങ്കിൽ അവരും ഇതിൻ്റെ കീഴിൽ വരുന്നതായിരിക്കും, ലോക്പാലിൻ്റെ അധികാരപരിധിക്കകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഒരു സ്ഥാപനം FCRA പ്രകാരം ഒരു വർഷം 10 ലക്ഷം രൂപ ഡൊണേഷനായിട്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങളും ലോക്പാലിൻ്റെ കീഴിൽ വരുന്നവരായിരിക്കും. അവരുടെ ബേസ് ലോക്പാൽ മേൽ എന്ത് ചെയ്യാൻ സാധ്യമാണ്? അന്വേഷണം നടത്താൻ സാധ്യമാണ്. ദിസ് ഈസ് ദി അധികാരപരിധി ഓർ ദി ജുറിസ്ഡിക്ഷൻ ഓഫ് ലോക്പാൽ. സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ മറ്റു മന്ത്രിമാരും മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ആയിക്കോട്ടെ, ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D ഒഫീഷ്യൽസ് ആയിക്കോട്ടെ, സോ ഗവൺമെൻറ് എംപ്ലോയീസ്, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യൽസിൻ്റെയും റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെയും അഴിമതി അന്വേഷിക്കുന്ന ഒരു സ്ഥാപനമാണിത് GST കൗൺസിൽ. ലോക്പാൽ CVCനെ കൊണ്ടും CBIനെ കൊണ്ടും അന്വേഷിപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ റെഫർ ചെയ്യുന്ന കേസുകളുടെ സൂപ്രണ്ടൻസ് ആർക്കുണ്ടായിരിക്കുന്നതാണ്? ലോക്പാലിന് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഗ്രൂപ്പ് A, ഗ്രൂപ്പ് ബിയുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽസ് ആണെങ്കിൽ അന്വേഷണം പൂർത്തിയാക്കിയതിന് ശേഷം ആ കേസ് ലോക്പാലിന് കൈമാറുന്നതായിരിക്കും. പിന്നെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ലോക്പാൽ തന്നെയായിരിക്കും. എന്നാൽ ഗ്രൂപ്പ് C, ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ CVCക്ക് എന്ത് ചെയ്യാൻ സാധ്യമാണ്? CVC അഭിപ്രായം ഫർദറായിട്ട് എന്ത് ചെയ്യാൻ സാധ്യമാണ്? കണ്ടിന്യൂ ചെയ്യാൻ സാധ്യമാണ്. The importance is that PM is also subjected to the purview of jurisdiction of Lokpal with some few exceptions as well. Okay, then അടുത്തൊരു body is Niti Aayog. ഇത് പറയേണ്ട കാര്യമില്ല. വാട്ട് ഈസ് നിതി ആയോഗ്? നമ്മുടെ പോളിസി തിങ്ക് ടാങ്ക് ആണല്ലോ നിതി ആയോഗ്. ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു നാഷണൽ പോളിസീസ് ഫ്രെയിം ചെയ്യുന്ന, കേന്ദ്രവും സംസ്ഥാനങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസം അപ്ഹോൾഡ് ചെയ്യുന്ന ഒരു ചർച്ചാവേദി, ഒരു പോളിസി തിങ്ക് ടാങ്ക് ആണെന്ത് ദിസ് നിതി ആയോഗ്. നമ്മുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യുന്ന, പല കാര്യം നടപ്പിലാക്കാനും ശ്രമിക്കുന്ന, പല പല കോമ്പറ്റേറ്റീവ് ഫെഡറലിസത്തിനെ പോലും സപ്പോർട്ട് ചെയ്യുന്ന, SDG ഇൻഡെക്സ് പോലത്തെ പല കാര്യങ്ങളും കൊണ്ടുവരുന്ന സ്ഥാപനമാണ് ഇത് ദിസ് നിതി ആയോഗ് എന്ന് പറയുന്നത്, അല്ലേ? സോ പ്രധാന പ്രൊജക്ഷൻ തന്നെയായിരിക്കാം to about a shared vision of national development priorities, sectors and strategize with the active involvement of states. സ്റ്റേറ്റ്സിനെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചുകൊണ്ട് ഒരു ഷെയർഡ് നാഷണൽ വിഷന് വേണ്ടിയുള്ള ഒരു ബോഡിയാണ് ഇത് ദിസ് നിതി ആയോഗ്. ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം. എന്താണ് കോപ്പറേറ്റീവ് ഫെഡറലിസം? മീൻസ് സെൻറ്ററും സ്റ്റേറ്റ്സും ഐക്യത്തോടെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ് ഒരു നാഷണൽ പോളിസി ഫ്രെയിമിംഗ് കൊണ്ടുവരുന്നെങ്കിൽ ദാറ്റ് ഐഡിയസ് വാട്ട് മീൻ ബൈ കോപ്പറേറ്റീവ് ഫെഡറലിസം. ടു ഡെവലപ്പ് മെക്കാനിസംസ് ടു ഫോർമുലേറ്റ് ക്രെഡിബിൾ പ്ലാൻസ് അറ്റ് ദി വില്ലേജ് ലെവൽ ആൻഡ് അഗ്രിഗേറ്റ് ദീസ് പ്രോഗ്രസീവ്ലി അറ്റ് ഹയർ ലെവൽസ്. ഒന്നുമില്ല, നമ്മുടെ വില്ലേജ് ലെവലിലേക്കാണെങ്കിൽ പോലും എന്താണ് ഒരു പ്ലാനുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തിങ്ക് ടാങ്ക് ആണ് ഇത് ദിസ് നിതി ആയോഗ്. ദെൻ ടു ഡിസൈൻ ആൻഡ് സ്ട്രാറ്റജിക് എ ലോങ് ടേം പോളിസി പ്രോഗ്രാം ഫ്രെയിംവർക്സ്. ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള ഷോർട്ട് ടേം ആയിക്കോട്ടെ, ലോങ് ടേം ആയിക്കോട്ടെ, പ്രാദേശിക തലത്തിലായിക്കോട്ടെ, വില്ലേജ് ലെവലിലായിക്കോട്ടെ, നാഷണൽ ലെവലിലായിക്കോട്ടെ, ഒരു സഹകരണത്തിലൂടെ നമ്മുടെ വെൽഫെയർ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഡെവലപ്മെൻറ്റിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ രൂപീകരിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് ആണെന്ത് ദിസ്. ഇൻ ഷോർട്ട് വി ക്യാൻ സേ ഇറ്റ് ആസ് എ നിതി ആയോഗ്.